നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടിയും ദിലീപുമായി ബന്ധമുള്ളവരിൽ നിന്നെല്ലാം മൊഴിയെടുത്ത അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായാണ് മഞ്ജു വാര്യരിൽ നിന്നും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇതിനിടെ തന്റെ കസ്റ്റഡി അവസാനിപ്പിക്കണം എന്ന പൾസർ സുനിയുടെ അപേക്ഷ കോടതി തള്ളി. കൂട്ടുപ്രതികളായ വിഷ്ണു, വിപിൻ ലാൽ എന്നിവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഗൂഢാലോചന സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായാണ് ഇരുവരും പ്രതികരിച്ചത്. ജയിലിലെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പൾസറിന്റെ സഹതടവുകാരായിരുന്ന വിഷ്ണുവും വിപിൻലാലും ഗൂഢാലോചന സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായി പ്രതികരിച്ചത്. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മറുപടിയായി വിഷ്ണു പറഞ്ഞു. ദിലീപിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു മറുപടി. പൾസർ സുനി പറഞ്ഞതെല്ലാം ശരിയാണെന്നും വിഷ്ണു പറഞ്ഞു. എന്നാൽ കൂട്ടുപ്രതിയായ വിപിൻലാൽ ദിലീപിന് സംഭവത്തിൽ പങ്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ദിലീപിന് കത്തെഴുതിച്ചതെന്നും വിപിൻലാൽ പറഞ്ഞു. പൾസറും ജയിലധികൃതരും ചേർന്നാണ് ഭീഷണിപ്പെടുത്തിയത്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും വിപിൻലാൽ പറഞ്ഞു. ഇതിനിടെ ഇരുവരെയും 3 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തന്റെ കസ്റ്റഡി അവസാനിപ്പിക്കണമെന്ന പൾസർ സുനിയുടെ ഹർജി കോടതി തള്ളി. പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു പൾസർ കോടതിയെ സമീപിച്ചത്. അഭിഭാഷകനോട് സംസാരിക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യവും കോടതി നിരാകരിച്ചു. ഇതിനിടെ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ള കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. നടിയുമായോ ദിലീപ് നാദിർഷ കൂട്ടുകെട്ടുമായോ സൗഹൃദമുള്ളവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസുമായോ ഗൂഢാലോചനയുമായോ ഒരു പങ്കുമില്ലാത്തവരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയും. ഇതിന്റെ ഭാഗമായാണ് മഞ്ജു വാര്യരിൽ നിന്നും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ സിനിമാ മേഖലയിലെ പ്രമുഖരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന്റേത് നിഷ്പക്ഷ നിലപാടായിരുന്നുവെന്ന മുൻ DGP സെൻകുമാർ. ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സർക്കാർ ശ്രമിച്ചിട്ടില്ല. അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടിരുന്നില്ല എന്നും സെൻകുമാർ കൊച്ചിയിൽ പറഞ്ഞു. എനിക്കറിയുന്നിടത്തോളം കാര്യം സർക്കാർ ഇതിൽ അഡ്വൈസായിട്ട് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. സത്യം കണ്ടെത്തണമെന്നാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ സർക്കാരിനെ പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്, സർക്കാർ ഇതിൽ സത്യം കണ്ടെത്തണമെന്ന് മാത്രമാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായിട്ടും അതിന് വിരുദ്ധമായിട്ട് യാതൊരു ഡയറക്ഷൻ ഒരാൾക്കും പോയിട്ടുള്ളതായിട്ടും എനിക്കറിവില്ല. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് DGP ലോക്നാഥ് ബെഹ്റ. അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന B സന്ധ്യയെ DGP പ്രശംസിച്ചു. അതേസമയം ദിലീപിന് താൻ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് മുൻ DGP സെൻകുമാർ വ്യക്തമാക്കി. തെളിവ് കിട്ടിയതിനു ശേഷം മാത്രം ദിലീപിനെ ചോദ്യം ചെയ്താൽ മതി ആയിരുന്നുവെന്നും സെൻകുമാർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ADGP B സന്ധ്യയുടെ അന്വേഷണത്തെ TP സെൻകുമാർ പരസ്യമായി വിമർശിച്ചിരുന്നു. കേസിൽ തെളിവില്ല, B സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് കേസിൽ നടക്കുന്നതെന്നായിരുന്നു ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. ഈ വിമർശനങ്ങൾ പാടെ തള്ളിക്കൊണ്ടാണ് DGP ലോക്നാഥ് ബെഹ്റയുടെ കത്ത്. സെൻകുമാറിന്റേത് വ്യക്തിപരമായ വിലയിരുത്തലാണ്, അതിനോട് യോജിപ്പില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരാരും ഏകോപനമില്ലെന്ന് പരാതി പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിമർശനങ്ങൾ മുഖവിലക്കെടുക്കാതെ മുന്നോട്ടു പോകാനാണ് B സന്ധ്യയ്ക്ക് നൽകിയ കത്തിൽ DGP നിർദ്ദേശിക്കുന്നത്. സെൻകുമാറിന്റെ വിമർശനങ്ങൾക്കെതിരെ നേരത്തെ B സന്ധ്യ DGPക്ക് പരാതി നൽകിയിരുന്നു. പരാതി കത്തും അന്വേഷണ നടപടികളും പരിശോധിച്ചാണ് DGPയുടെ മറുപടി. അതേസമയം കേസിൽ സംശയവും തെളിവും രണ്ടാണെന്ന് സെൻകുമാർ പ്രതികരിച്ചു. ദിലീപിന് ക്ലീൻ ചിറ്റ് നൽകിയല്ല അഭിമുഖത്തിൽ സംസാരിച്ചത്. ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരാളെ പ്രതിയാക്കുന്നതിനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല. സംശയങ്ങളുണ്ടായിരുന്നിരിക്കാം. സംശയങ്ങൾ തെളിവുകൾക്ക് ബദലാകില്ല. എന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ ആർക്കെങ്കിലും ക്ലീൻ ചിറ്റ് കൊടുക്കാറോ മുഴുവൻ എവിഡൻസും വരുന്നവരെ അതുപോലെ ഒരാൾ പ്രതിയല്ല എന്നൊന്നും പറയാറില്ല. സെൻകുമാർ പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് നൽകിയതെന്ന് അഭിമുഖം പ്രസിദ്ധീകരിച്ച സമകാലിക മലയാളവും വിശദീകരിച്ചു. മറിച്ചുള്ള സെൻകുമാറിന്റെ പരാമർശങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും വാരിക വിശദീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെ അപകീർത്തിപ്പെടുത്തിയ പരാതിയിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുത്തു. ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും നടത്തിയ പരാമർശങ്ങൾ അപകീർത്തികരമാണ് എന്ന് കാണിച്ച് സിനിമയിലെ വനിതാ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് നൽകിയ പരാതിയിന്മേലാണ് കേസെടുത്തത്. പരാതി നേരിട്ട് പരിശോധിക്കാൻ കമ്മീഷൻ ഡയറക്ടർ VU കുര്യാക്കോസിന് ചെയർപേഴ്സൺ MC ജോസഫൈൻ നിർദ്ദേശം നൽകി. എത്രയും വേഗം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ വനിതാ വിഭാഗവും ഇതിൽ പരാതി. സ്വാശ്രയ കോളേജുകളിൽ കഴിഞ്ഞ വർഷത്തെ ഫീസിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി KK ശൈലജ. മുഴുവൻ സീറ്റിലും സർക്കാർ അലോട്ട്മെന്റ് നടത്തും. ഈ ധാരണ അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായി സർക്കാർ കരാർ ഒപ്പിടും. ഷീജ ചേരുന്നു. ഷീജ, ഈ 8 കോളേജുകൾ ഈ 50% എന്ന ധാരണയുമായി നേരത്തെ മുന്നോട്ട് വന്നിരുന്നല്ലോ. എന്ത് കരാറിലാണ്, തീരുമാനത്തിലാണ് നിലവിൽ സർക്കാർ എത്തിയിരിക്കുന്നത്? അരുൺ, പ്രധാനമായും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് എന്ന് പറയുന്നത് സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് നീറ്റ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പ്രവേശനം. എന്നാൽ മുന്നോട്ട് വയ്ക്കുന്ന 2 ഉപാധികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന
അത് അതുപോലെ തുടരണം. അതോടൊപ്പം തന്നെ മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ തന്നെയായിരിക്കും അലോട്ട്മെന്റ് നടത്തുക. ഈ രണ്ട് നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാനേജ്മെന്റുകളുമായി സർക്കാർ കരാർ ഒപ്പുവെക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും MES അതോടൊപ്പം തന്നെ കാരക്കോണം ഉൾപ്പെടെയുള്ള 8 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിനോട് ഇത് സംബന്ധിച്ചൊരു സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച ഇവരിൽ കൂടുതൽ പേർ സർക്കാരുമായി ചർച്ചയ്ക്കായി എത്തും എന്നാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിൽ എത്തുന്നവരുമായി എല്ലാം തന്നെ കരാർ ഒപ്പിടാനാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഈ രണ്ട് നിബന്ധനകൾ വിട്ട് മറ്റൊരു രീതിയിലുള്ള ഒരു കരാറിനും സർക്കാർ സന്നദ്ധമല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ചില മാനേജ്മെന്റുകൾ 50% സീറ്റ് സർക്കാരിന് വിട്ടു നൽകുമ്പോൾ ആ സർക്കാരിന് വിട്ടു നൽകുന്ന 50% സീറ്റിൽ മാത്രം കഴിഞ്ഞ തവണത്തെ ഫീസ് ഘടന തുടരുമെന്നും ബാക്കിയുള്ള NRI മാനേജ്മെന്റ് സീറ്റിൽ 50% വരുന്ന മാനേജ്മെന്റ് NRI സീറ്റിൽ ഫീസ് വർധനവ് വേണം എന്നൊരു ആവശ്യവുമാണ് നിലവിൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ ഫീസ് ഘടന അതോടൊപ്പം തന്നെ മുഴുവൻ സീറ്റുകളിലും സർക്കാർ അലോട്ട്മെന്റ് നടത്തും. ഇത് രണ്ടും അംഗീകരിക്കുന്ന എല്ലാ കോളേജുകളുമായും തിങ്കളാഴ്ച തന്നെ സർക്കാർ കരാർ ഒപ്പുവെക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫീ റെഗുലേറ്ററി കമ്മീഷൻ അത് പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സർക്കാരിന് പിശക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത് പിശക് പറ്റിയ സാഹചര്യത്തിൽ തന്നെ അത് സർക്കാർ തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓർഡിനൻസിൽ ചെറിയ ഭേദഗതി വരുത്തി സർക്കാർ ഇപ്പോൾ ഏതായാലും വീണ്ടും ഫീ റെഗുലേറ്ററി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ശ്രീജ തിരുവനന്തപുരത്ത് നിന്ന്. GST നടപ്പാക്കിയത് മൂലമുള്ള വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. സപ്ലൈകോയിൽ വിൽക്കുന്ന 52 ഇനം അവശ്യ സാധനങ്ങൾക്ക് സർക്കാർ വില കുറച്ചു. സാധനങ്ങൾക്ക് ഈടാക്കാവുന്ന പരമാവധി വിലയ്ക്ക് മുകളിൽ വാങ്ങുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക് പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ കോഴി ഇറച്ചി 87 രൂപയ്ക്ക് മാത്രമേ വിൽക്കാൻ സാധിക്കൂ. GSTയുടെ മറവിൽ കൊള്ള ലാഭം ഈടാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. GST നടപ്പാക്കിയതിന് പിന്നാലെ വൻ വിലക്കയറ്റം സംജാതമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടൽ. സപ്ലൈകോയിൽ വിൽക്കുന്ന അരി, സോപ്പ്, മാവ് തുടങ്ങി 52 ഇനം അവശ്യ സാധനങ്ങൾക്കാണ് സർക്കാർ വില കുറച്ചത്. സംസ്ഥാനത്ത് സാധനങ്ങൾക്ക് ഈടാക്കാവുന്ന പരമാവധി വിലയ്ക്ക് മുകളിൽ വാങ്ങുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ആരെങ്കിലും അത്തരത്തിൽ MRP വിലയിൽ വർധന വരുത്തുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അത് MRP വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണെങ്കിൽ ഒരു സംശയം വേണ്ട, കേസെടുക്കും. ഒരു സമ്മർദ്ദത്തിന് മുഴങ്ങാൻ തയ്യാറില്ല. നിയമം നടപ്പാക്കുക തന്നെ ചെയ്യും. തിങ്കളാഴ്ച മുതൽ കോഴിയിറച്ചിയുടെ വില 87 രൂപയായിരിക്കും. ഇതിൽ കൂടിയ നിരക്ക് വാങ്ങുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കും. കെപ്കോ വില കുറച്ചതായും മന്ത്രി അറിയിച്ചു. ഹോട്ടൽ ഭക്ഷണത്തിൽ നോൺ AC-യിൽ 5% വില കുറയുകയും 12% നികുതി ഈടാക്കുകയും ചെയ്യും. AC-യിൽ 8% വില കുറയുമ്പോൾ 18% നികുതിയാണ് ഈടാക്കുകയെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 103 15 രൂപ കുറച്ച് ഉള്ള വില 87 രൂപ. ആ വിലക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ വിൽക്കാൻ വന്നുവെച്ചാൽ മതി. തിങ്കളാഴ്ച മുതൽ കോഴിയുടെ വില ഇതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹോട്ടലുകാർ വില കുറക്കണം. തിയേറ്ററുകളും ടിക്കറ്റിന്മേലുള്ള അമിത നിരക്ക് കുറയ്ക്കണമെന്ന് ധനമന്ത്രി ആവശ്യപ്പെട്ടു. KSFDCക്ക് കീഴിലുള്ള തിയേറ്ററുകൾ പഴയ നിരക്കിലേക്ക് മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്രം വില നിയന്ത്രണ സമിതി രൂപീകരിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. G20 ഉച്ചകോടിക്ക് ജർമ്മനിയിലെ ഹാംബർഗിൽ തുടക്കമായി. ഉച്ചകോടിക്ക് മുൻപായി നടന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ യോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങും പരസ്പരം ഹസ്തദാനം ചെയ്തു. അതിർത്തി തർക്കം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യ തലവന്മാരും പരസ്പരം കണ്ടുമുട്ടുന്നത്. അതിർത്തിയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി ചർച്ച നടത്തില്ലെന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മോദിയും സി ജിൻപിങ്ങും അപ്രതീക്ഷിതമായി ബ്രിക്സ് ഉച്ചകോടിയിലെ വേദിയിൽ കണ്ടുമുട്ടിയത്. പരസ്പരം ഹസ്തദാനം ചെയ്ത ശേഷം ചില വിഷയങ്ങൾ സംസാരിച്ചതായി വിദേശകാര്യ വക്താവ് ഗോപാൽ ബാഗ്ലെ ട്വീറ്റ് ചെയ്തു. എന്നാൽ അതിർത്തി തർക്കത്തെക്കുറിച്ച് ചർച്ച നടത്തിയോ എന്ന് വക്താവ് വ്യക്തമാക്കിയില്ല. കൂടിക്കാഴ്ചയ്ക്കിടെ ഇരുവരും പരസ്പരം പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. സാമ്പത്തികമായും സാമൂഹ്യമായും നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതായി ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് പറഞ്ഞു. ചൈനയുടെ നേതൃത്വത്തിൽ ബ്രിക്സ് കൂട്ടായ്മ ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകുന്നതായി മോദിയും പ്രശംസിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയ്ക്ക് അന്തരീക്ഷം യോജിച്ചതല്ലെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പ്രതികരിച്ചത്.
അതിർത്തി തർക്കം രൂക്ഷമായ ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യ നേതാക്കന്മാരും പരസ്പരം കാണുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരംഭിച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ ഭീകരവാദത്തെ കൂട്ടായി അടിച്ചമർത്തണമെന്ന് മോദി ആവശ്യപ്പെട്ടു. GST ഏർപ്പെടുത്തിയത് 70 വർഷത്തെ മികച്ച നികുതി പരിഷ്കരണമാണെന്നും മോദി സൂചിപ്പിച്ചു. G20 ഉച്ചകോടിക്കും ജർമ്മനിയിൽ തുടക്കമായി. ജപ്പാൻ, കാനഡ, അർജന്റീന തുടങ്ങിയ വിവിധ രാജ്യത്തലവന്മാരുമായി ഇന്ത്യ ഔപചാരിക ചർച്ചകൾ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. UPA സർക്കാരിന്റെ കാലത്ത് രാജ്യസഭ പാസാക്കിയ വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കണം എന്നാവശ്യപ്പെട്ടു. ഈ മാസം 15-ന് രാജ്ഭവന് മുന്നിലേക്ക് CPM നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പിന്നീട് UPA സർക്കാർ സന്നദ്ധമായില്ല. BJPയും ഈ ബിൽ ലോക്സഭയിൽ കൊണ്ടുവരണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ വന്ന് 3 വർഷം പിന്നിട്ടിട്ടും ഈ ബിൽ പാസാക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യമായി വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തി രാജ്യത്തിനാകെ മാതൃകയായത് കേരളത്തിലെ LDF സർക്കാരായിരുന്നു. ജൂലൈ 15-ന് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിൽ മുഴുവൻ ബഹുജനങ്ങളും അണിനിരക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ. ഹീമോഫീലിയ ബാധിതന് HIV തെറ്റായ റിപ്പോർട്ട് ചെയ്ത ലാബ്. കോഴിക്കോട്ടെ സ്വകാര്യ ലാബാണ് തെറ്റായ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ രോഗി HIV ബാധിതനല്ല എന്ന് ഡോക്ടർമാർ. ലാബിനെതിരെ നടപടിക്കൊരുങ്ങി രോഗിയുടെ കുടുംബം. വർഷങ്ങളായി ഹീമോഫീലിയയ്ക്ക് ചികിത്സ തുടരുന്ന മലപ്പുറം കോട്ടക്കൽ സ്വദേശി അൻവർ സാദത്തിന്റെ മകൻ അസീസുദ്ദീനാണ് സ്വകാര്യ ലാബുകാർ HIV ആണെന്ന തെറ്റായ റിപ്പോർട്ട് നൽകിയത്. രക്തം കയറ്റുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ അസീസുദ്ദീന് എലിസ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറാണ് നിർദ്ദേശിച്ചത്. രക്തം കയറ്റാനായി കയ്യിൽ കാനുല കുത്തുന്നതിനിടെ നഴ്സിന് നീഡിൽ കൊണ്ട് മുറിവേറ്റതിനാലാണ് ഡോക്ടർ ടെസ്റ്റ് നടത്താൻ പറഞ്ഞത്. കോളേജ് പരിസരത്തുള്ള ആലിയ ലാബിൽ നിന്നാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ രക്തത്തിൽ HIV കൂടിയ അളവായ 5.3 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. HIV പോസിറ്റീവാണെന്ന ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസീസുദ്ദീനെ പരിചരിച്ച നഴ്സുമാരും ഡോക്ടർമാരും പ്രതിരോധ മരുന്നെടുക്കേണ്ട അവസ്ഥയുണ്ടായി. ലാബ് റിപ്പോർട്ട് ഉറപ്പിക്കാനായി മറ്റു ലാബുകളിലും കോളേജിലെ ലാബിലും പരിശോധിച്ചപ്പോഴാണ് HIV ഇല്ലെന്ന കാര്യം ഡോക്ടർമാർ ഉറപ്പിച്ചതെന്ന് അൻവർ സാദത്ത് പറയുന്നു. അപ്പോൾ ഇത് പഠിക്കാത്തവരാണ് ലാബിൽ പോയിരിക്കുന്നത്. ഇതുണ്ടാവും, ഇത് എനിക്ക് സംഭവിച്ച മാതിരി ഇനി വേറെ രോഗികൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. കാരണം അപ്പത്തെ ആ 2-3 ദിവസത്തെ ഈ 2 ദിവസത്തെ അവസ്ഥ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കുടുംബം ആകെ വളരെ ഇതിലാണ്. ഞങ്ങൾ മാറ്റി നിർത്തപ്പെടല്ലേ. കോഴിക്കോട്ടെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ള ലാബിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് അസീസുദ്ദീന്റെ കുടുംബം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ പ്രവേശിക്കുന്നതിന് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ PK കൃഷ്ണദാസിന് വിലക്ക്. കോയമ്പത്തൂരിൽ തുടർന്നാൽ മതിയെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ജിഷ്ണു പ്രണോയി, ഷഹീർ ഷൌക്കത്ത് അലി കേസുകളിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. നെഹ്റു കോളേജ് വിദ്യാർത്ഥികളായ ജിഷ്ണു പ്രണോയെയും ഷഹീർ ഷൌക്കത്തിലെയും മർദ്ദിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൃഷ്ണദാസ് കേരളത്തിൽ പ്രവേശിക്കുന്നതിനെ സുപ്രീംകോടതി വിലക്കിയത്. 2 കേസുകളും വളരെ ഗൗരവമുള്ളതാണ്. ഇടിമുറിയുണ്ടാക്കി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നയാളാണ് കൃഷ്ണദാസ് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി. ജിഷ്ണു പ്രണോയ് മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതേ കേസിലെ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായാണ് ഷഹീർ ഷൌക്കത്ത് അലി മർദ്ദനക്കേസ്. അതിനാൽ കൃഷ്ണദാസിന്റെ ജാമ്യം റദ്ദാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം. ജിഷ്ണു കേസ് തുടർ അന്വേഷണത്തിനായി CBIക്ക് വിട്ടിരിക്കുകയാണ്. കേസിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതായി വ്യക്തമാക്കിയ സുപ്രീംകോടതി കേരളത്തിൽ P കൃഷ്ണദാസ് പ്രവേശിക്കേണ്ടതില്ലെന്ന് ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കോയമ്പത്തൂരിൽ തുടരണം. നെഹ്റു കോളേജ് ഗ്രൂപ്പിന്റെ ഓഫീസ് കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്നത് കണക്കിലെടുത്താണ് അവിടെ തുടരാൻ കോടതി അറിയിച്ചത്. മക്കൾ പാലക്കാട്ട് പഠിക്കുന്നതിനാൽ കേരളത്തിൽ പോകാൻ അനുവദിക്കണമെന്ന് കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ ആവർത്തിച്ചാവശ്യപ്പെട്ടു. എന്നാൽ കൃഷ്ണദാസ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ മറുപടി. മക്കളല്ലേ പഠിക്കുന്നത്. കോയമ്പത്തൂർ നല്ല സ്ഥലമാണെന്നും കോടതി കൃഷ്ണദാസിന്റെ അഭിഭാഷകനോട് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ മാത്രം കേരളത്തിലെത്തിയാൽ മതി. കേസ് അന്വേഷണത്തെക്കുറിച്ച് CBIയുടെ അഭിപ്രായം കൂടി അറിയാൻ കോടതി തീരുമാനിച്ചു. കേസ് CBIക്ക് സർക്കാർ കൈമാറിയ സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞു. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെതിരായ കോടതി ഉത്തരവിൽ പ്രതികരിക്കുകയായിരുന്നു മഹിജ. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം തന്നെ ജിഷ്ണു കേസിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. അത് ശരിവെക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പരാതിയിൽ സഹകരണ ബാങ്ക് സെക്രട്ടറിമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. കൊല്ലം, കടയ്ക്കൽ, മയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ്
ഹൈക്കോടതി തടഞ്ഞത്. അഴിമതി നിരോധന നിയമം ഈ കേസിൽ എങ്ങനെ ബാധകമാകുമെന്ന് ഹൈക്കോടതി CBIയോട് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് 6 സഹകരണ ബാങ്ക് സെക്രട്ടറിമാരെ പ്രതിയാക്കി CBI കേസെടുത്തത്. ജസ്റ്റിസുമാരെയും ഗവർണർമാരെയും വിവരാവകാശ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് സുപ്രീംകോടതി. ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ടതില്ല എന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നൽകിയ റിപ്പോർട്ട് പരസ്യപ്പെടുത്താത്ത ഗോവ ഗവർണറുടെ നടപടിക്കെതിരായ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴാണ് സുപ്രീംകോടതിയുടെ ഈ പരാമർശം. വിവരാവകാശ നിയമത്തിൽ നിർണായകമായ ഇടപെടലുകൾക്ക് കാരണമാകുന്ന പരാമർശമാണ് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത്. RTI പരിധിയിൽ നിന്ന് ഗവർണർമാരെയും അവരുടെ ഓഫീസിനെയും ഒഴിവാക്കിയത് എന്തിനെന്ന് കോടതി ചോദിച്ചു. എന്താണ് ഒളിക്കാനുള്ളത്? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് പോലും സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത്. അവരെയും വിവരാവകാശ നിയമപരിധിയിൽ ഉൾപ്പെടുത്താമെന്നിരിക്കെ ഗവർണർമാരെയും നിയമപരിധിയിൽ കൊണ്ടുവരണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. 2007 ഗോവയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അന്നത്തെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ മുംബൈ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, അമിതാവ് റോയ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന 24ാമത് സെറ ക്രെഡായി പ്രോപ്പർട്ടി ഷോ കോഴിക്കോട് മറൈൻ ഡ്രൈവിൽ ആരംഭിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV നിധീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്രെഡായി അംഗങ്ങളായ ഭവന നിർമ്മാതാക്കളെയും ഭവന വായ്പാദാതാക്കളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന പ്രോപ്പർട്ടി ഷോ ജൂലൈ 9 സമാപിക്കും.